ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സമയം ഏകദേശം രാവിലെ 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐതിക്ക് ഇന്ന് സ്കൂളുള്ളൊരു ദിവസമാണ്. അപ്പോൾ സ്കൂളിലോട്ട് പോകുന്നത് വരെയുള്ള വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ചായക്ക് ഉള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ ഗ്രീൻ പീസ് കറി ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. ഗ്രീൻ പീസ് കറി അല്ല, ഗ്രീൻ പീസ് കറി വയ്ക്കാനുള്ള ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദേ ചായയൊക്കെ തിളച്ച് പൊന്തുന്നുണ്ട്. അപ്പോൾ ദേ ചായ ഞാൻ ഓഫ് ചെയ്തിട്ട് അരിച്ച് വെക്കാനായിട്ട് പോവാണ് കേട്ടോ ചായ. അപ്പോൾ സൈദിക്കുള്ള പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയപ്പോൾ ഞാൻ കുപ്പിയിലാക്കി കൊടുക്കാനായിട്ട് പോവാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ, അപ്പോൾ അത് കുടിച്ചോളും. അപ്പോൾ അരിക്കുള്ള വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അരി എടുത്ത് കഴുകി അതിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതവിടെ കിടന്നിങ്ങനെ തിളച്ചോളും. തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലോട്ട് ഇറക്കി വയ്ക്കുക, അത്രേ ഉള്ള പരിപാടി. അപ്പോൾ ഞാൻ ദേ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസാണ് ഇട്ടിരുന്നത്. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു മസാലക്കറി പോലെ വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കണേ. അങ്ങനെയാണ് വെക്കാറ് കേട്ടോ. ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസ് കറിയാണ് മെയിനായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ദേ ഫ്രൈ പാൻ വെച്ചിട്ട് ചപ്പാത്തി ചൂടാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും സമയം ലാഭിക്കാമല്ലോ. അവിടെ കറി റെഡിയാകുമ്പോൾ ഇവിടെ ചപ്പാത്തി റെഡിയാവും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ നടന്നു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ഗ്രീൻ പീസ് കറി ഞാൻ ദേ പകർത്തി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിലോട്ട്. ഇപ്പോണ്ടേ എന്നിട്ടോ ചപ്പാത്തിന് വേണ്ട പഴം തരട്ടെ, പഴം മുറുക്കിയിട്ട് മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് പിന്നെന്തിട്ട് തിന്നാ തരട്ടെ. അപ്പോൾ ഇതിക്ക് ചപ്പാത്തി ഒന്നും പറ്റില്ല കേട്ടോ. ഇതിക്ക് പത്തിരി, നൂലപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിന്നോളൂ കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, അത് അവനറിയാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ വെറുതെ തിന്നുക, അല്ലെങ്കിൽ വെറുതെ തിന്നോളും. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്ന് അറിയണ കാരണം ആ പഴത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുത്താലേ തിന്നോളൂ കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത്
ഒന്ന് മുകളിലൂടെ ഒന്ന് ഇതാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അത് വേറെ കാര്യം. അപ്പോൾ സമയം 8:15 കേട്ടോ. അപ്പോൾ അവനെ കുളിപ്പിച്ച് ഞാൻ മേല് കഴുകിച്ചു. അപ്പോൾ പഴം തിന്നതിന് ശേഷം മേലൊക്കെ കഴുകി ഞാൻ ദേ പഠിക്കാനായിട്ടുള്ളത് കൊടുത്തേക്കാണ്ട്. അപ്പോൾ തലേദിവസം പഠിച്ചൊന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ബുക്ക് എടുത്ത് എഴുതാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുത്തിയേക്കാണ്. അങ്ങനെ ആ ടൈം കൊണ്ട് ഞാൻ ദേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചപ്പാത്തിയും കുറുമക്കറിയും ചായയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. എന്നാലാണ് ബാക്കി ചെയ്യാനുള്ളൊരു ആവേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ദേ ബുക്കൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ 2 ബുക്ക് എക്സ്ട്രാ ഒക്കെ വയ്ക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തേക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് പിന്നെ ഒരു ബുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ദേ ബുക്കൊക്കെ ഓർഡറാക്കി. ബോക്സിൽ എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും വെക്കാനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ സമയം 9:15 അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഡ്രസ്സ് മാറ്റിക്കാറുള്ളൂ. ഒരുപാട് നേരത്തെ ഒന്നും ഡ്രസ്സ് മാറ്റിച്ച് ഇങ്ങനെ ഇരുത്താറില്ല, ആകെ മുഷിയും. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ആകുമ്പോൾ ആണ് ഞാൻ ഡ്രസ്സ് മാറ്റിക്കാറുള്ളൂ. അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഒരുക്കി വിടാന്നുള്ളത് നല്ല രസമുള്ള കാര്യമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ഒരു പോർഷനാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളത് കണ്ട് ആസ്വദിച്ചോളൂ. അപ്പോൾ ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കലാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് എന്ന് പറയുമ്പോൾ അതിൽ കാലിയായിട്ടാണ് കൊണ്ടുപോകുക. ചോറൊക്കെ അവിടെ നിന്ന് കിട്ടും, കറികളൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് അവൻ കഴിക്കാറുള്ളത്. LKG മുതലേ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്.
അപ്പോൾ അങ്ങനത്തെ തിക്കും തിരക്കും ഒന്നുമില്ല കേട്ടോ. രാവിലെ അവിടെ നിന്ന് കഴിക്കണ കാരണം പിന്നെ നമുക്ക് സുഖമാണ്. പിന്നെ എന്തെങ്കിലും ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അവന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവൻ കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറി ആയതുകൊണ്ട് ഗ്രീൻ പീസ് കറി കുറച്ച് വെച്ചോ, അവന് ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുപ്പിയിൽ വെള്ളമാക്കി കൊടുക്കും. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കറികളുടെ കൂടെ ഇതും കൂട്ടി കഴിച്ചോളൂ, ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ ടിഫിൻ ഇല്ലല്ലോ, ടിഫിൻ 1ാം ക്ലാസ് തൊട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ പരിപാടി. ഇനി അടുത്തത് ബൈ ബൈ പറഞ്ഞ് പോവാന്നുള്ളതാണ് കേട്ടോ സ്കൂളിലോട്ട്. നിറഞ്ഞിട്ടില്ല, കുറച്ച് പകുതി വെച്ചിട്ടുണ്ട്. 9:30 വേണ്ട, ടീച്ചർ ചീത്തറിയാം. ഞാനൊരു പഴം കൂടെ എടുത്ത് നിന്നിട്ട് പൊക്കോ. ആദ്യം സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനാണ് കൊണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ടീച്ചർ ക്ലാസ്സിലില്ല. അപ്പോൾ കുട്ടിക്ക് ചെറിയൊരു വിഷമമൊക്കെ ആയി, ടീച്ചർ കരച്ചിലായി, ബഹളമായി. ടീച്ചർ വന്നിട്ട് പോയാൽ മതിയെന്നായി. അങ്ങനെ ഞാനവിടെ കുറച്ച് നേരം നിന്ന് ടീച്ചർ വന്നപ്പോൾ ടീച്ചറുടെ കയ്യിലാക്കി കൊടുത്തിട്ട് ഞാൻ തിരിച്ച് പോയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കുറച്ച് സ്കൂളുള്ള ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.